അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ചേരിയെ പിന്തള്ളി രൂപം കൊള്ളുന്ന പുതിയ ലോകം. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ നേതാക്കൾ ഒരേ വേദിയിൽ എത്തിയതോടെ പുതിയ ലോകക്രമത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ആശയങ്ങൾ കൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഉയർന്നുവരുന്ന പുതിയ ചേരി. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ പുതിയ ലോകക്രമത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ച കാലമായി ലോകം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ലോകശക്തിയുടെ രൂപപ്പെടൽ പാശ്ചാത്യ രാജ്യങ്ങളെ ഏത് തരത്തിലാണ് പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏവരും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ലോകം നോക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ 100 വർഷം മുമ്പ് ഓസ്വാൾഡ് സ്പെംഗ്ലർ എന്ന ദ ഡിക്ലൈൻ ഓഫ് ദ വെസ്റ്റ് എന്ന തൻ്റെ വിഖ്യാത കൃതിയിലൂടെ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. പാശ്ചാത്യ ശക്തികൾക്ക് അധപ്പതനം സംഭവിക്കുന്ന കാര്യം അത് അവർ തന്നെ ചെയ്തു വെക്കുന്നത് അവർക്ക് തന്നെ വിനയാകുമെന്നുള്ളൊരു രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരു പാശ്ചാത്യ ശക്തികൾക്ക് മേൽ ഇത്തരത്തിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അത് വലിയ രീതിയിൽ ഉയർന്നു വരുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഒപ്പം തന്നെ വിലയിരുത്തലും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞരടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ട്രംപ് ഭരണകൂടത്തിന് നേരത്തെ നൽകിയതുമായിരുന്നു. അതായത് ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കരുത്, അത് തങ്ങൾക്ക് തന്നെ വിനയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും, അത് മറ്റ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ അത് പാശ്ചാത്യ ശക്തികൾക്ക് മേൽ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു വഴി തുറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യങ്ങൾ ഇവർ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇന്ത്യ, റഷ്യ, ചൈന എന്നീ 3 ത്രികക്ഷി ത്രയം, ആ ഈ ഒരു ത്രയം അത് പുതിയ ചേരിക്ക്, പുതിയ സാമ്പത്തിക ചേരിക്ക് വഴിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ചൈനയിലെ മിലിറ്ററി പരേഡ് അത് അവരുടെ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ വിജയവുമായി ജപ്പാന് മേൽ നേടിയിട്ടുള്ള വിജയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ മിലിറ്ററി പരേഡ് അതൊരു അമേരിക്കയ്ക്ക് നൽകിയ ശക്തമായ മുന്നറിയിപ്പ് തന്നെയായി നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു പരിപാടിയിൽ കിം ജോങ് ഉന്നും ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിനും പങ്കാളികളാവുകയും ചെയ്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ 3 നേതാക്കളും ചേർന്ന് വലിയ രീതിയിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാശ്ചാത്യ ലോകത്തിന് മേൽ വലിയൊരു സമ്പൂർണ്ണമായ രീതിയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ ഒരു കൈപിടിച്ചുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പവർ ഓഫ് സൈബീരിയ 2 എന്ന വാതക പൈപ്പ് ലൈൻ പദ്ധതിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് റഷ്യയിൽ നിന്ന് കണക്ട് ചെയ്തിരുന്ന പൈപ്പായിരുന്നു, അതിലേക്കായിരുന്നു പ്രകൃതി വാതകങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടിരുന്നത്. അതെന്നാൽ മംഗോളിയ വഴി ചൈനയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ പുതിയ പൈപ്പ് ലൈൻ പദ്ധതി അത് ആവിഷ്കരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് പോലും വലിയ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ പദ്ധതിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏവരും വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ തീരുവ യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ചില ഇടപെടലുകൾ, അതിൽ ഇന്ത്യക്ക് മേൽ അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അധിക തീരുവ അതിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. അതിനിടെയാണ് വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരുൾപ്പെടെ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു സന്ദേശം എന്ന രീതിയിൽ ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു ഗ്ലോബൽ സൗത്ത് രാജ്യത്തെ ഈ രീതിയിൽ കണക്കാക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിൽ തോൽക്കുക അമേരിക്ക തന്നെയാകും അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെയാകുമെന്നുള്ളൊരു സന്ദേശമാണ് അലക്സാണ്ടർ സ്റ്റൂഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.